അക്ഷത്തില് എക്സ് വൈ ആക്സിസില് കുറെ പോയിന്റുകൾ അടയാളപ്പെടുത്താനും അതേപോലെ അടയാളപ്പെടുത്തിയ പോയിന്റുകൾ തന്നിട്ട് അത് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാനും അല്ലേ പഠിച്ചത്? അതെ. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്നുകൂടി പറയാം, ജസ്റ്റ് കേട്ടോ. കാണില്ല, വരയ്ക്കണത് കാണില്ലേ? സാർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതേതാ? ഇതെന്താ, എക്സ് ആണോ വൈ ആണോ? അത് ഇതേതാ, എക്സ് ആണോ വൈ? പറയേ. അതെന്താ അങ്ങനെ? ചിലവര് വൈ ചിലവര് എക്സ് എന്നൊക്കെ പറയണത്. ഇത് എക്സ് ആണോ വൈ ആണോടാ? ശരിക്കും പറഞ്ഞോണ്ട് എക്സ് ആണോ വൈ ആണോ? തെറ്റിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ളത് എപ്പോഴും എക്സ് ആയിരിക്കും. ഇങ്ങനെയുള്ള സംഗതി എപ്പോഴും എക്സ് ആയിരിക്കും കേട്ടാ. ഇങ്ങനെയുള്ളത് എപ്പോഴും എക്സ് ആയിരിക്കും. ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് എപ്പോഴും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഇങ്ങനെയുള്ള സംഗതി എപ്പോഴും എക്സ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ളത് എന്തായിരിക്കുംടാ? യെസ്. അങ്ങനെ കുത്തനുള്ള സാധനം എന്തായിരിക്കും? വൈ ആയിരിക്കും. മലയാളം മീഡിയങ്ങളാണെങ്കിൽ ഇംഗ്ലീഷ് വേർഡുകളൊക്കെ പഠിച്ചോണം, നിർബന്ധമാണത്. ഇങ്ങനെയുള്ളത് നമ്മൾ ഹൊറിസോണ്ടൽ എന്നാണ് പറയാ, ഹൊറിസോണ്ടൽ. അപ്പൊ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള രേഖകൾ, ലൈനുകൾ എപ്പോഴും എക്സ് ആക്സിസുകളായിരിക്കും. കുത്തനെ എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ വെർട്ടിക്കൽ എന്ന് പറയും. വെർട്ടിക്കൽ ആയിട്ടുള്ള രേഖകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ ആക്സിസ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഭാഗത്തേക്ക് പോകുമ്പോ അത് പോസിറ്റീവ് ആണ്, ഈ ഭാഗത്തേക്ക് വരുമ്പോ അത് നെഗറ്റീവ് ആണ്. അതുപോലെ മേലേക്ക് വരുമ്പോ അത് പോസിറ്റീവ് ആണ്, താഴേക്ക് വരുമ്പോ അത് നെഗറ്റീവ് ആണ്. മനസ്സിലാക്കുന്നത്? ഇങ്ങനെ ഈ വലതുവശത്തേക്ക് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ്, ഇവിടേക്കാണ് വരുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ്, താഴേക്കാണ് വരുന്നതെങ്കിൽ അത് നെഗറ്റീവ്, മേലേക്കാണ് പോകുന്നതെങ്കിൽ അത് പോസിറ്റീവ്. അപ്പോ ഇവിടെ എക്സ് എന്ന് മാത്രമല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് ഇടാം. എക്സ് പ്ലസ്. അങ്ങനെ എക്സ് പ്ലസ് ഇടാൻ കാരണം അത് എക്സ് ആക്സിസ് ആണ്, എക്സ് അക്ഷമാണ്, അതിലെ പോസിറ്റീവ് ഭാഗമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ് പ്ലസ് ഇട്ടത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാന്നറിയാം? ഈ എക്സ് ഇട്ടിട്ട് ഒന്നുകിൽ നെഗറ്റീവ് ഇടാം, അല്ലെങ്കിൽ എക്സ് ഡാഷ് ഇടാം. എക്സ് ഇട്ടിട്ട് മേലെ ഡാഷ് ഇടാം, അല്ലെങ്കിൽ എക്സ് നെഗറ്റീവ് ഇടാം. രണ്ടിട്ടാലും അത് മീൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, അത് നെഗറ്റീവ് എക്സ് അക്ഷമാണ്, മൈനസ് എക്സ് അക്ഷമാണ് എന്ന് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതിനെ എന്തെന്ന് വൈ എന്ന് മാത്രം ഇടാം, അല്ലെങ്കിൽ എന്തെന്നിടാം? വൈ പ്ലസ് വൈ പോസിറ്റീവ് എന്നിടാം. ഇതിനെന്തിനാ? ഇതിനെന്താണല്ലോ? ഇതിനെ വൈ നെഗറ്റീവ്. വൈ ഡാഷ്. യെസ്, വൈ നെഗറ്റീവ് എന്നിടാം. വൈ നെഗറ്റീവ് അല്ലെങ്കിൽ വൈ ഡാഷ് ഇടാം. ക്ലാസ് റെക്കോർഡിംഗ് അല്ലേ? അതെ അതെ. അപ്പൊ ഇത് നമ്മളെ ഗ്രൂപ്പൊക്കെ വിടുവോ റെക്കോർഡ് ചെയ്ത് ഈ വീഡിയോ? വിടും. ഈ പോവാ? അല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, താഴേക്കുള്ളതിനെ നമ്മൾ വൈ ഡാഷ് അടയാളപ്പെടുത്തും, അല്ലെങ്കിൽ വൈ നെഗറ്റീവ് അടയാളപ്പെടുത്തും. അത് എന്താണ്? വൈ ആക്സിസിൽ അല്ലെങ്കിൽ വൈ അക്ഷത്തിലെ നെഗറ്റീവ് വശങ്ങളാണ് അങ്ങോട്ടുള്ളത് എന്ന് മാത്രമാണ് അർത്ഥം. ഇനി ഇവിടെ നോക്കിക്കോ, ഇതെന്തായിരിക്കട്ടാ? ഈ എക്സ് ആക്സിസും വൈ ആക്സിസും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ്, എക്സ് അക്ഷവും വൈ അക്ഷവും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ്, അത് എത്ര ആയിരിക്കും? ആ കൂട്ടിമുട്ടുന്ന പോയിന്റ് കേട്ടില്ല? 0. യെസ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ സത്യത്തിൽ ഈ പോയിന്റില് എക്സ് ആക്സിസും തട്ടുന്നുണ്ട്, അതുപോലെ തന്നെ വൈ ആക്സിസും തട്ടുന്നുണ്ട്. ഏതെങ്കിലും എന്താണ് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ സംഭവം?
നുസൈബന്റെ പ്രശ്നം എന്താ? നുസൈബ് എന്താ ചോദിച്ചിട്ടുള്ളത്? നുസൈബ് എന്താ ചോദിക്കണത്? ഒന്നും കൊണ്ടിട്ടില്ല. നോക്കതാ നോക്ക്. അപ്പോ ഈ ഒരു പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിന്റെ പ്രത്യേകത എന്താ? ഇതില് എക്സ് ആക്സിസും ടച്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ വൈ ആക്സിസും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ ഈ ഒരു പോയിന്റിനെ വെറുതെ 0 എന്ന് മാത്രം പറയാൻ പാടില്ല. 0 എന്ന് മാത്രം പറയാൻ പാടില്ല. അതിന് നമുക്ക് 0,0 എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യാം. 0,0. 2 പൂജ്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ 2 പൂജ്യം വന്നത് എന്നറിയോ? ഈ പോയിന്റില് എക്സ് ആക്സിസും വൈ ആക്സിസും എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പോ എക്സ് ആക്സിസിൽ ഒരു വാല്യൂവും വൈ ആക്സിസിൽ ഒരു വാല്യൂവും കൂടി ചേർത്തിട്ട് വേണം ഈ പോയിന്റ് എഴുതാൻ. അതുകൊണ്ടാണ് ആ പോയിന്റിൽ നമ്മൾ 0,0 എന്ന് എഴുതാനുള്ള കാരണം. 0 എന്ന് എഴുതാനുള്ള കാരണം. ഇനി നമ്മൾ പഠിച്ചു ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോ പോസിറ്റീവ് വശങ്ങളാണെന്ന് പഠിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് അടയാളപ്പെടുത്താം? 1, 2, 3, 4. ഇങ്ങനത്തെ എങ്ങനെയാണ് അടയാളപ്പെടുത്ത പറഞ്ഞേ? -1 -1 -1 -2 -2 -3 3 -4 -5. ഓക്കെ. താഴേക്ക് എങ്ങനെയാ ഇവിടെ ഉണ്ടാവുക? താഴേക്ക് -1 -1 -2 -3 -2 -3 -3. മേലേക്കോ? 1 2 3 4 5 1 3. അങ്ങനെ ഉണ്ടാവുക. ഇനി നോക്ക്, ഈ ഒരു പോയിന്റിനെ 1 എടുത്തു. ഇവിടെ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ് 1 എടുത്തു. ഇനി ഈ 1 നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് നീട്ടി, ഈ 1 നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് നീട്ടി. അപ്പൊ ഇത് രണ്ടും കൂടി ഇവിടെ ഒരു പോയിന്റിൽ ഇങ്ങനെ കൂട്ടിമുട്ടി. അപ്പൊ ആ പോയിന്റിന്റെ നമ്പർ എത്രയായിരിക്കും? ആ പോയിന്റിനെ എങ്ങനെയാവും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? എന്ത് നമ്പർ വെച്ചിട്ടാവും റെപ്രസെന്റ് ചെയ്യുക? അതാണ് 1,1 വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. 1,1. ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും എക്സ് അക്ഷത്തിലെ വാല്യൂ, അതായത് എക്സ് ആക്സിസിലെ വാല്യൂ വേണം ആദ്യം എഴുതാൻ. രണ്ടാമത് എഴുതാൻ വൈ ആക്സിസിലെ വാല്യൂ വേണം. അപ്പോ ഇങ്ങനെ ഒരു പോയിന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യം എഴുതേണ്ട സാധനം എക്സ് ആക്സിസിലെ വാല്യൂ ആയിരിക്കണം. പിന്നെ രണ്ടാമത് കോമട്ട് എഴുതേണ്ട വാല്യൂ വൈ ആക്സിസിലെ നമ്പർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, വേറൊരു നമ്പർ വരയ്ക്കാം. ഇപ്പൊ എക്സ് ഇങ്ങനെ 1 ഇങ്ങനെ നീട്ടി, വൈ ഇങ്ങനെ ഇവിടെ നീട്ടി. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആ പോയിന്റ്? എത്രയാവും വരിക? 1,2 1,1 ആണോ? 1,2 ആണോ? 2,1 ആണോ? 1,2 ആയിരിക്കും. 1,2. കാരണം എന്താണെന്നറിയോ? ഇവിടെ നോക്കടാ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം, അതായത് ഈ ദൂരം എത്രയാണ്? 1 ആണ്. ഇത് എക്സ് ആക്സിസിലാണ്. പിന്നെ ഏതാണ് കിട്ടിയത്? നമ്മൾ വൈ ആക്സിസിൽ 2 എടുത്തിട്ട് അതിനെയാണ് നിർത്തിയത്. അപ്പൊ ആദ്യം എക്സ് ആക്സിസിലെ വാല്യൂ എഴുതി, അത് 1. പിന്നെ വൈ ആക്സിസിലെ വാല്യൂ എഴുതി, അത് എത്ര? 2. സോ ഈ പോയിന്റ് എന്തായിരിക്കും? 1,2 ആയിരിക്കും. ഇനി ഇതാ വേറൊരു പോയിന്റ് കൂടെ അടയാളപ്പെടുത്താൻ പോകണ്ട. നോക്കോ, ഇതിങ്ങനെ കെട്ടി വച്ചു, ഇതിങ്ങനെ വച്ചു, ഇവിടെ കൂട്ടിമുട്ടി. എത്രയായിരിക്കണം പോയിന്റ്? 4,3 വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. 4,3 ആയിരിക്കും. 4,3. എക്സ് ആക്സിസിൽ 4, വൈ ആക്സിസിൽ 3, രണ്ടും കൂടി ചേർന്നിട്ട് 4,3 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. ഇനി ഇതാ വേറൊരു പോയിന്റ് അടയാളപ്പെടുത്താൻ പോവാണ്. വേറൊരു പോയിന്റ് ഇതാ. ഇത് ഏതായിരിക്കും പോയിന്റ്? പറഞ്ഞേ. 1, യെസ്, വെരി ഗുഡ്. 1, -2. 1, -2. അങ്ങനെ വരാനുള്ള കാരണം
എക്സ് ആക്സിസിൽ ഇതാ 1 ആണുള്ളത്, വൈ ആക്സിസിൽ -2 ആണുള്ളത്. അത് രണ്ടും കൂടി ഇവിടെ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടി. സോ ആദ്യം എക്സ് എഴുതുക, ദാറ്റ് ഈസ് 1, then വൈ എഴുതുക, ദാറ്റ് ഈസ് -2. സോ ദ പോയിന്റ് ഈസ് 1, -2. ഇനി ഇത് അടുത്ത ഇവിടെ നമുക്ക് പോയിന്റ് എടുത്താം. ഇതാ ഇതാ ഇത് ഏതായിരിക്കും പോയിന്റ് പറഞ്ഞേ? -2, -1. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. -2, -1. കാരണം എന്താ? എക്സില് -2 ആണ്, വൈയിൽ 1 ആണ്. സോ വാല്യൂ -2, 1. ഇനി വേറൊന്ന്. ഇത് ഏതായിരിക്കും? -3, -2. യെസ്, അതെ. -3, -2. -3, -2. ഓക്കെ, ഒന്നുകൂടി അടയാളപ്പെടുത്താം. എന്താ ഈ പോയിന്റ് എന്താവും? 4, -3. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. 4, -3. അപ്പോ ഇത് 2 മാർക്കും ചോദിക്കലുണ്ട്. ഒരു 3-4 പോയിന്റുകൾ തരും. 4 പോയിന്റ്, 5 പോയിന്റ്, 6 പോയിന്റ് ഒക്കെ തരും. എന്നിട്ട് ആ പോയിന്റ് ഇതേപോലെ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ട് നമ്മളോട് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, അങ്ങനെ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ആദ്യം ഇതിൽ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ് ആക്സിസിന്റെ വാല്യൂ ആയിരിക്കും. രണ്ടാമത് വരുന്ന വാല്യൂ ആയിരിക്കും എന്ത്? വൈ ആക്സിസിന്റെ വാല്യൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ തന്നെ ഒരുവിധം എല്ലാം തെറ്റും. അപ്പോ അങ്ങനെ തെറ്റാൻ നിൽക്കരുത്. എപ്പോഴും മനസ്സിലാക്കുക, ഫസ്റ്റ് എഴുതുന്നത് എക്സ് ആക്സിസിലെ വാല്യൂ, പിന്നെ എഴുതേണ്ടത് വൈ അക്ഷത്തിലെ അല്ലെങ്കിൽ വൈ ആക്സിസിലെ വാല്യൂ ആയിരിക്കണം, നിർബന്ധം. ഇനി ഇതിൽ തന്നെ വേറെ ചെറിയ കാര്യങ്ങളുണ്ട്. ഇവിടെ നോക്കടാ, ഈ ഒരു പോയിന്റിനെ നമ്മൾ 2 എന്നല്ലാതെ വേറൊരു രൂപത്തിലും കൂടി അടയാളപ്പെടുത്താൻ പറ്റും. അതെന്തായിരിക്കും? ഇതിനെ 2 എന്നല്ലാതെ വേറൊരു രൂപത്തിൽ അടയാളപ്പെടുത്താം. എങ്ങനെ? നമ്മളിപ്പോ ഈ പോയിന്റുകൾ പഠിച്ചപ്പോ അതിലൊക്കെ 2 വാല്യൂ ഉണ്ടായിരുന്നു അല്ലെ? ഒരു എക്സിന്റെ വാല്യൂ ഉണ്ട്, ഒരു വൈന്റെ വാല്യൂ ഉണ്ട്. ഇതിൽ നോക്കിയാൽ ഒരു എക്സിന്റെ വാല്യൂ ഉണ്ട്, വൈന്റെ വാല്യൂ ഉണ്ട്. ഇതിലൊരു എക്സ് ഉണ്ട്, വൈ ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്. ഇവിടെ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇതിലും എക്സ് ഉണ്ട്, വൈ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു പോയിന്റിനും ഒരു എക്സും ഒരു വൈയും ഉണ്ടായിരിക്കും. എന്തായിരിക്കും ഇതിന്റെ എക്സും വൈയും വെച്ചിട്ടുള്ള വാല്യൂ? ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്തായിരിക്കും വാല്യൂ? പറഞ്ഞേ, പറയടാ. എന്തായാലും തെറ്റിക്കോട്ടെ, പറയുവോ? സാർ ഒന്നും കൂടി പറയും. അതായത് ഇവിടെ നോക്കടാ, നമുക്കിപ്പോ ഈ പോയിന്റുകളൊക്കെ അടയാളപ്പെടുത്തില്ല. ഈ പോയിന്റ്, ഇതൊക്കെ അടയാളപ്പെടുത്തി. ആ പോയിന്റുകളൊക്കെ അടയാളപ്പെടുത്തിയപ്പോ അതിലൊക്കെ ഒരു എക്സിന്റെ വാല്യൂ ഉണ്ട്, ഇട്ടിട്ട് ഒരു വൈന്റെ വാല്യൂ ഉണ്ട്. അതായത് ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി 2 വാല്യൂകൾ നമ്മൾ ഉപയോഗിച്ചു. ഒരു എക്സ് വാല്യൂ, ഒരു വൈ വാല്യൂ. ഇതിലൊരു എക്സ് വാല്യൂ, ഒരു വൈ വാല്യൂ, ഒരു എക്സ് വാല്യൂ, ഒരു വൈ വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഈ 2 എന്ന് പറഞ്ഞ പോയിന്റും ഇതിലുള്ള ഒരു പോയിന്റ് അല്ലേ? ഈ 2നെ റെപ്രസെന്റ് ചെയ്യാനും ഒരു എക്സ് വാല്യൂവും ഒരു വൈ വാല്യൂവും ഉണ്ടാവും. ആ പോയിന്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. 2x, 0y. അങ്ങനെ എക്സ് എന്ന് ഇടേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഇവിടെ ഒന്നും എക്സ് ഇട്ടിട്ടില്ലല്ലോ, ഇതിലൊന്നും എക്സ് ഇട്ടിട്ടില്ലല്ലോ. അപ്പൊ എന്ത് മാത്രം ഇട്ടാ മതി? 2, 0. യെസ്, അങ്ങനെയാണ്. യെസ്, അതെങ്ങനെ വന്നു നോക്കിക്കോ. ഇവിടെ നമ്മൾ പറഞ്ഞു ഈ 1,2 എന്ന് എഴുതിയ പോയിന്റ് എങ്ങനെ ശരിക്കും വന്നത്? 1,2 എന്ന് പറഞ്ഞ പോയിന്റ് എങ്ങനെ വന്നത്? എക്സ് ആക്സിസിൽ അതിന്റെ വാല്യൂ 1 ആണ്, വൈ ആക്സിസിൽ അതിന്റെ വാല്യൂ 2 ആണ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ 1,2 ആയത്. ഇനി ഇതെങ്ങനെ 4,3 ആയി? എക്സ് ആക്സിസിൽ ഇതിന്റെ വാല്യൂ 4 ആണ്, വൈ ആക്സിസിൽ ഇതിന്റെ വാല്യൂ 3 ആണ്. അത് രണ്ടും കൂടി ചേർന്നപ്പോൾ 4,3 ആയി. ഇനി ഇതെങ്ങനെ 1,-2 ആയി? എക്സ് ആക്സിസിൽ ഇതിന്റെ വാല്യൂ 1 ആണ്, വൈ ആക്സിസിൽ ഇതിന്റെ വാല്യൂ -2 ആണ്. സോ അത് രണ്ടും കൂടി ചേർന്നിട്ട് 1,-2 ആയി. ഇനി എങ്ങനെ 4,-3 ആയി? എക്സ് ആക്സിസിൽ ഇതിന്റെ വാല്യൂ 4 ആണ്, വൈ ആക്സിസിൽ അതിന്റെ വാല്യൂ -3 ആണ്. സോ അത് രണ്ടും കൂടി ചേർന്നിട്ട് 4,-3 ആയി.
അതുപോലെ തന്നെ ഈ പോയിന്റിനെ നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ ഇത് നോക്ക്, ഇതല്ലേ എക്സ് ആക്സിസ്, അതിൽ അതിന്റെ വാല്യൂ 2 തന്നെയാണ്. വൈ ആക്സിസിൽ ഇവിടെ ഒന്നല്ല പോയിന്റ്, ഇതിൽ തന്നെയാണ്. അപ്പോ വൈ ആക്സിസിന്റെ വാല്യൂ അവിടെ 0ആണ്. ഇത് കുറച്ചുകൂടി മേലേക്ക് നിന്നിട്ട് 0.5 ആയിരുന്നു, ഇവിടെ ആകുമ്പോ 1 ആയിരുന്നു, ഇവിടെ ആകുമ്പോ 0.6 ആയിരുന്നു. ഇത് വൈന്ന് മേലേക്കൊന്നും പോയിട്ടില്ല, ഇതേ പോയിന്റിൽ തന്നെ കിടക്കുന്നത്. സോ ഇറ്റ് ഈസ് 0. അതുകൊണ്ട് നമുക്ക് ഈ പോയിന്റിനെ 2,0 എന്ന് അടയാളപ്പെടുത്താം. എങ്ങനെ അടയാളപ്പെടുത്താം? 2,0. അപ്പോ ഇതിലും ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ എക്സിന്റെ വാല്യൂ തന്നെയാണ് എഴുതിയത്. ഇവിടെ നോക്കിയ എക്സിന്റെ വാല്യൂ എത്രയാ? 2 തന്നെയാണ്. പക്ഷെ വൈന്റെ വാല്യൂ എന്താണ്? 0ആണ്. സോ ഈ പോയിന്റ് എന്തായിരിക്കും? 2,0 ആയിരിക്കും. അങ്ങനെ ഈ പോയിന്റ് എന്താ ഇവിടെ? ഈ പോയിന്റ് എന്താവും? 3,0. യെസ്, 3,0. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്താവും? ഈ പോയിന്റ് അതെന്താവും? -2,0. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. -2,0 ആയിരിക്കും. യെസ്, വെരി ഗുഡ്. ഈ പോയിന്റ് എന്തായിരിക്കും? ഈ പോയിന്റ് -4,0. -4,0 ആയിരിക്കും. അപ്പോ എപ്പോഴും അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു പോയിന്റ് എഴുതുന്ന സമയത്ത് അതില് എക്സ് ആക്സിസിലും ഒരു വാല്യൂ ഉണ്ടാവണം, അതുപോലെ തന്നെ വൈ ആക്സിസിലും ഒരു വാല്യൂ ഉണ്ടാവണം. ആദ്യം എഴുതുന്ന വാല്യൂ എപ്പോഴും എക്സ് ആക്സിസിലെ വാല്യൂ ആയിരിക്കണം. അതുപോലെ രണ്ടാമത് എഴുതുന്ന വാല്യൂ എപ്പോഴും വൈ ആക്സിസിലെ വാല്യൂ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എങ്ങനെയാവും നമ്മൾ എഴുതുക? ഈ പോയിന്റ് എങ്ങനെയാവും എഴുതുക? പറഞ്ഞേ. 0,1. 0,0. ഈ പോയിന്റ് പറയും. 0,0. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആ പോയിന്റ് കറക്റ്റ് ആണ്. 0,1 ആണ്. അതെങ്ങനെ വന്നു? നമുക്കറിയാം ഈ പോയിന്റ് 0,0 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലല്ലേ എക്സിന് വാല്യൂ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇങ്ങോട്ട് വരുന്നില്ല, അത് ഈ പോയിന്റ് തന്നെയാണ്. സോ എക്സിന്റെ വാല്യൂ അവിടെ 0ആണ്. ഇനി മേപ്പെട്ട് വരിക എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിലേക്ക് വന്നു. വൈ ആക്സിസിൽ എവിടെ എത്തിയത്? 1 എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തി. സോ ഇറ്റ് ഈസ് 0,1. ഇനി വേറൊരു പോയിന്റ് ഇതാ, ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഇവിടെ ആ പോയിന്റ് എന്താ? ഇവിടെ 0,3. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. 0,3 ആയിരിക്കും. 0,3. ഇനി ഇതാ ഇവിടെ ഒരു പോയിന്റ് വന്നു. ഇവിടെ എന്തായിരിക്കും അത്? 0,-3. യെസ്, ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. 0,-3. വെരി ഗുഡ്. ഈ പോയിന്റ് എന്തായിരിക്കും? 0,-1. യെസ്, 0,-1. വെരി ഗുഡ്. അപ്പോ നിർബന്ധമായും ആലോചിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള 2 പോയിന്റ് എന്തായാലും ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അതായത് ഒന്നുകിൽ 0 ഇവിടെ തരും, അല്ലെങ്കിൽ 0 എക്സിൽ തരും. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടാവും. അത് അടയാളപ്പെടുത്താൻ വേണ്ടി ചോദിക്കും. അപ്പൊ തെറ്റിച്ച് വെക്കരുത്. അപ്പൊ നല്ലോണം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ അത് നമുക്ക് എങ്ങനെ ആലോചിക്കാന്ന് വെച്ചാല്, ഇവിടെ നോക്ക്, ഇതാണ് എക്സ് അക്ഷം അല്ലെങ്കിൽ എക്സ് ആക്സിസ് എന്ന് പറയുന്ന ലൈൻ. ഏത്? നമ്മളിപ്പോ ഈ പെന്നായിട്ട് ഇങ്ങനെ പോണ ലൈൻ, ഇതാണ് എക്സ് അക്ഷം അല്ലെങ്കിൽ എക്സ് ആക്സിസ്. ഈ പോണ ലൈനാണ് എക്സ് അക്ഷം അല്ലെങ്കിൽ എക്സ് ആക്സിസ്. ശരിയാണോ? അല്ലേ? ശരിയാണ്. ശരിയല്ലേ? അല്ലേ? ഇതൊന്ന് തൽക്കാലം ഈ എക്സ് അക്ഷത്തിന് മാത്രം നമ്മളൊന്ന് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാൻ പോവാട്ടാ. ഇപ്പൊ ഇതാണ് എക്സ് അക്ഷം. കാണുന്നില്ലടാ? ഈ വര കാണുന്നില്ലേ? ഓക്കെ. ഈ എക്സ് അക്ഷത്തിന്റെ നടുവില് ഇവിടെ ഒരു 0,0 ഉണ്ട്. പിന്നെ ആരാളുള്ളത്? ഇവിടെ ഒരു 2,0 ഉണ്ട്. ഇവിടെ ഒരു 2,0 ഉണ്ട്. ഇവിടെ ആരുടെ? ഒരു 3,0 ഉണ്ട്. ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ -2,0 ഉണ്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ -4,0 ഉണ്ട്. ശരിയാണോ? അല്ലേ? ഈ അടയാളപ്പെടുത്തിയത് ശരിയാണോ? അല്ലേ? ആണ്. ശരിയല്ലേ?
ആ ആ. അതായത് ഒന്നുമില്ല, ഇവിടെ നോക്ക്, ഈ ഒരു ഫിഗർ നോക്ക്, വലിയ ഫിഗറിൽ നമ്മൾ ഈ എക്സ്, ഇവിടെ ഈ എക്സും ഈ എക്സ് ഡാഷിന് എഴുതിയ സാധനം മെല്ലെ ഇവിടെ നിന്ന് പൊക്കി ഇവിടെ കൊണ്ടുവച്ചു. അവിടെ കൊണ്ടുവച്ചു എന്ന് പറഞ്ഞാൽ എന്താ, ഈ 0 നടുവിൽ വന്നു. പിന്നെ ഇതിലുള്ള ആരാ, 2,0 ഇതാ എടുക്കുന്നത്, 3,0 ഇതാ എടുക്കുന്നത്, -2,0 ഇതാ, -4,0 ഇതാ. അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനിയടാ ഈ പോയിന്റുകളിലേക്കൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാലേ എന്തോ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താ പ്രത്യേകത പറഞ്ഞേ? ഈ പോയിന്റിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയിട്ട് ആ പ്രത്യേകത പറഞ്ഞു തരൂ. എല്ലാത്തിലും 0 ഉണ്ട്. 0 എവിടെ ഉണ്ട്? എവിടെ 0 ഉണ്ട്? ലാസ്റ്റ് കോമ എവിടെ 0 ഉണ്ട്? കോമയ്ക്ക് ശേഷം എക്സിലാണോ വൈയിലാണോ 0 ഉള്ളത്? വൈ വൈയില്. കോമയ്ക്ക് ശേഷം ഒന്നും പറയാൻ പാടില്ല. എപ്പോഴും പോയിന്റ് എഴുതുമ്പോ ആദ്യം എഴുതുന്നത് എക്സ് ആക്സിസിലെ പോയിന്റ്, രണ്ടാമത് എഴുതുന്നത് വൈയുടെ പോയിന്റ്. സോ ഇതിലിങ്ങനെ നോക്കുമ്പോ ശ്രദ്ധിച്ചു നോക്കുമ്പോ എല്ലാം 0 കാണുന്നുണ്ട്. എന്താണ് 0 കാണുന്നത്? എന്താ 0 കാണുന്നത്? വൈ 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 വൈ. അപ്പൊ ഇതൊന്ന് ഒരു നിഗമനത്തിലെത്താം, ഇതൊന്നും ഒരു സംഗതിയിലെത്താം. എന്താ സംഗതി എന്ന് അറിയോ? എക്സ് ആക്സിസിലെ, എക്സ് അക്ഷത്തിലെ ഏതൊരു പോയിന്റ് എടുത്താലും അവിടുത്തെ വൈയുടെ വാല്യൂ 0 പോയിന്റ് ഇതാണ്. എക്സ് ആക്സിസിലെ അല്ലെങ്കിൽ എക്സ് അക്ഷത്തിലെ ഏതൊരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിലും, എക്സ് അക്ഷത്തിലെ ഏതൊരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതിലൊക്കെയുള്ള വൈയുടെ വാല്യൂ എന്തായിരിക്കും? 0 ശരിയാണല്ലേ? തിരിച്ച് ഇതിന്റെ കേസിൽ നിങ്ങളൊന്ന് പറഞ്ഞട്ടെ. അപ്പൊ ഇതിന്റെ കേസിൽ നമ്മൾ എങ്ങനെ പറയാ? ഏതൊരു പോയിന്റ് എടുത്താലും അതിൽ എക്സിന്റെ വാല്യൂ 0 ആയിരിക്കും. എന്തിൽ ഏതൊരു പോയിന്റ് എടുത്താലും വൈയില് യെസ്. അപ്പൊ ഇങ്ങനെ വേണം പറയാൻ. വൈ ആക്സിസിലെ ഏതൊരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ എക്സിന്റെ വാല്യൂകൾ 0 അതുപോലെ എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ വൈന്റെ വാല്യൂ അതിലെന്തായിരിക്കും? 0 അത് രണ്ട് പോയിന്റുകൾ അത് വളരെ നിർബന്ധമായിട്ട് എഴുതി വെക്കേണ്ടതുണ്ട്. ചിലപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ തന്നു 6,0 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് നിങ്ങളോട് ഒരു XY അക്ഷത്തിൽ അല്ലെങ്കിൽ ഒരു XY ആക്സിസിൽ അടയാളപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. ഈ പോയിന്റ് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവണം ഇതിന്റെ Y 0 ആണ്. സോ ഈ പോയിന്റ് എവിടെയുള്ള പോയിന്റ് ആവൂടാ? എക്സ് അക്ഷത്തില്. അതാണ് എക്സ് അക്ഷത്തിലെ പോയിന്റ് ആവും. അപ്പൊ ഇവിടെ കണ്ടെന്ന് വരച്ചാൽ മതി. അപ്പോ എപ്പോഴും മനസ്സിലാക്കുക, എക്സ് അക്ഷത്തിലെ ഒരു പോയിന്റിന്റെ വൈയുടെ വാല്യൂ 0 വൈ അക്ഷത്തിലെ ഒരു പോയിന്റിന്റെ എക്സിന്റെ വാല്യൂ 0 നേരെ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും. എക്സ് അക്ഷത്തിലാണെങ്കിൽ Y 0, വൈ അക്ഷത്തിലാണെങ്കിൽ X 0. മനസ്സിലായോ? മനസ്സിലായോ? എന്താ നമ്മൾ പറഞ്ഞ പോയിന്റ്? എന്താ ഒന്നുകൂടി പറഞ്ഞേ, പോയിന്റ് പറഞ്ഞോണ്ടാ. വൈ അക്ഷത്തിലെ ഏതൊരു പോയിന്റ് എടുത്താലും 0 തിരിച്ച് അടുത്ത പോയിന്റ്. വൈ ആക്സിസിലെ എടുത്താലും രണ്ടും ഏത് പോയിന്റ് എടുത്താലും അതിലെ വൈന്റെ തുക 0 തുകയല്ലടാ, വാല്യൂ എന്നുള്ളത് തുക തന്നെ പറയാ, സംഖ്യ. എന്തെങ്കിലും. അപ്പോ നിങ്ങൾ ചെയ്യേണ്ട സംഗതി എന്താണെന്നറിയോ? ഈ മനോഹരമായ ഈ ചിത്രം വരച്ചേക്കാദ്യം. ഈ വൈ ആക്സിസും എക്സ് ആക്സിസും ഒക്കെ വരച്ച് ഇവിടെ X പ്ലസ് എന്നും X നെഗറ്റീവ് എന്നും Y പ്ലസ് എന്നും Y നെഗറ്റീവ് എന്നൊക്കെ എഴുതി ഇതിൽ കാണുന്ന എല്ലാ പോയിന്റുകളും നല്ല വൃത്തിക്ക് സ്കെയിലും പെന്നൊക്കെ വെച്ച് അല്ലെങ്കിൽ സ്കെയിലും പെൻസിലും വെച്ച് ഭംഗിയായിട്ട് അടയാളപ്പെടുത്തി വെക്ക്. ഇത് വേണ്ട, ഈ സാധനം വേണ്ട, ഇത് വേണ്ട. ഒറ്റ കാര്യം കൂടി എഴുതല്ല, ഒറ്റ മിനിറ്റ്. ഒരു കാര്യം കൂടി.
ഈ പോയിന്റുകൾ മാർക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ ഒന്നിട്ടു, പിന്നെ 2 കൊണ്ട് ഇത്രയും ദൂരത്തിൽ ഇടരുത്. എപ്പോഴും ഈ സംഖ്യകൾക്കിടയിലുള്ള ഗ്യാപ്പുകൾ എപ്പോഴും തുല്യമായിരിക്കണം. അതേപോലെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ വേണം നടത്താം. ഇപ്പൊ ഇത് 1 എടുത്തു, ഏകദേശം ഇതേ ദൂരം തന്നെയാണ് ഇങ്ങോട്ടുള്ളത്. ഇതേ ദൂരം തന്നെ വേണം ഇങ്ങോട്ട് വരാൻ, ഇങ്ങനെ തന്നെ വേണം ഇങ്ങോട്ട് വരാൻ, ഇങ്ങനെ തന്നെ വേണം ഇങ്ങോട്ട് വരാൻ. അതായത് 2 സംഖ്യകൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിന് മൊത്തം എന്തായിരിക്കണം? ഏകദേശം തുല്യമായിരിക്കണം. സ്കെയിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. അല്ലാതെ ഇവിടെ 1 ഇട്ട് പിന്നെ 2 ഇവിടെ ഇട്ട് 3 ഇവിടെ ഇട്ട് ഇങ്ങനെ പോകാൻ പാടില്ല. എപ്പോഴും ആ ഡിസ്റ്റൻസുകൾ സെയിം ആയിട്ട് വേണം അടയാളപ്പെടുത്താൻ. അത് മാറിയിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടും കാര്യമില്ല, അത് നിങ്ങൾക്ക് തെറ്റായിട്ട് വരുള്ളൂ. സോ നല്ല വൃത്തിക്ക് ഈ ചിത്രം വരച്ചേക്ക്. ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇന്ന് എഴുതി ഈ വരച്ച സാധനമൊക്കെ അയച്ചു തരണം, നിർബന്ധമാണ്. ക്ലിയർ ആവുന്നില്ല സാറേ. എന്താ ക്ലിയർ ആവാത്ത? ആ ഫോട്ടോ ആർക്കും ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആണ്. ഉണ്ടല്ലോ. മകനെ, എന്റെ അവിടുത്തെ നെറ്റിന്റെ പ്രശ്നമാണ്. ഈ ഒരു കാര്യം സാധനം തരുന്നുണ്ട്, അപ്പൊ നോക്കാട്ടാ. സ്ക്രീൻഷോട്ട് എടുത്താൽ അവൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ അവന് കാണണ്ടേ? അവന് ക്ലിയർ ഇല്ലാതെ വന്നു, അവനെന്ത് സ്ക്രീൻഷോട്ട് എടുക്കാനാ? ശരിയായിരിക്കണേ. ആ ഓക്കെ. വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണേ, വരച്ച് കഴിഞ്ഞ് അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണം. കയ്യൊക്കെ ഒന്ന് പൊക്കുക, ഒന്ന് പറയണേ. സാറേ ഇവിടെ പോയിന്റ് ഈ 1, 2 എന്നാണോ അതോ 2.0 അങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടി? അത് ഒരു കാര്യം ചെയ്താൽ മതി. ആദ്യം ഇവിടെ 1, 2, 3 എഴുതി പോവാം. അതിനുശേഷം മേലെ ഈ പോയിന്റ് അടയാളപ്പെടുത്തുമ്പോ 1,0, 2,0 അങ്ങനെ അടയാളപ്പെടുത്തി പോവാം. ഓക്കെ, രണ്ടും ഉണ്ടായിക്കോട്ടെ. ഒരു പോയിന്റ് കൂടെ ഒന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തണേ. ഇവിടെ നോക്ക്, നമ്മൾ പറഞ്ഞില്ലേ ഈ എക്സ് ആക്സിസും വൈ ആക്സിസും കൂടി കൂട്ടിമുട്ടുന്ന ഇവിടുത്തെ ഒരു പോയിന്റ് ഉണ്ടെന്ന്. ആ പോയിന്റിനെ ഒറിജിൻ അല്ലെങ്കിൽ ആധാര ബിന്ദു എന്നാണ് പറയാം. ആധാര ബിന്ദു, ബിന്ദു തന്നെ, ആധാര ബിന്ദു അല്ലെങ്കിൽ ഒറിജിൻ അല്ലെങ്കിൽ ആധാര ബിന്ദു എന്നാണ് പറയാ. അങ്ങനെ നമ്മള് ഓ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഓ എന്ന് പറയുന്ന
ലെറ്റർ വെച്ചിട്ടാണ് ആധാര ബിന്ദുവിനെ അല്ലെങ്കിൽ ഒറിജിനെ റെപ്രസെന്റ് ചെയ്യുക. അത് 0 അല്ലട്ടാ, ഓ ആണ്, ഓ, ഒറിജിന്റെ ഓ. അപ്പൊ അതും കൂടി ഒന്ന് ഇവിടെ സൈഡ് ഇതിന്റെ നേരെ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇതേപോലെ വിട്ട് എഴുതി വെക്കുക, എന്തെങ്കിലും ചെയ്യണം. 00 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മലയാളത്തിലാണെങ്കിൽ ആധാര ബിന്ദു, ഇംഗ്ലീഷിലാണെങ്കിൽ ഒറിജിൻ. ആ, അതും കൂടി ഒന്ന് എഴുതി വെച്ചോ, ആ പോയിന്റ് എഴുതി വെച്ചേട്ടാ. പിന്നെ നമ്മള് നേരത്തെ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? എക്സ് ആക്സിസിൽ വൈന്റെ വാല്യൂ എക്സ് ആക്സിസിൽ വൈന്റെ വാല്യൂ 0 0, വൈ എക്സിന്റെ വാല്യൂ 0 0. അപ്പൊ അതും ഇങ്ങനെ ഒന്ന് എഴുതി ഒരു ബോക്സിലാക്കി വെക്കണം. എന്താ എഴുതി വെക്കുക നോക്ക്. എക്സ് ആക്സിസ് അല്ലെങ്കിൽ എക്സ് അക്ഷം അവിടെ എന്തായിരിക്കും? y ഈക്വൽ ടു 0. അതേപോലെ y ആക്സിസ് അല്ലെങ്കിൽ y അക്ഷം അവിടെ x ഈക്വൽ ടു 0. ഇത് രണ്ടും ഇങ്ങനെ ഒരു ബോക്സിനുള്ളിലാക്കി വെച്ചോ. അതിനർത്ഥം എക്സ് ആക്സിസില് അല്ലെങ്കിൽ എക്സ് അക്ഷത്തില് വൈന്റെ വാല്യൂ 0 ആയിരിക്കും. അതുപോലെ തന്നെ y ആക്സിസിൽ അല്ലെങ്കിൽ y അക്ഷത്തിൽ എക്സിന്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, കഴിഞ്ഞാ വരച്ചു കഴിഞ്ഞാ കഴിഞ്ഞാ ഇല്ല. വരക്കി. ഭയങ്കര ഇമ്പോർട്ടൻസ് സാധനമാണ്. 2 മാർക്കിന് ചോദിക്കും, എല്ലാ കൊല്ലം ചോദിക്കലുണ്ട്. വെറുതെ 2 മാർക്ക് കിട്ടും, തെറ്റിക്കരുത്. വൃത്തിക്കൊക്കെ വരച്ചു വെച്ചോ. വരച്ച സാധനം ഫോട്ടോ എടുത്ത് അയച്ചാൽ ക്ലാസ് കഴിഞ്ഞിട്ട് നിർബന്ധമാണ്. സാർ ഈ ചാപ്റ്ററിന്റെ പേരെന്താ? ഈ ചാപ്റ്ററിന്റെ പേരാണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, സൂചക സംഖ്യകൾ. അതന്നെ, സൂചക സംഖ്യകൾ, കോർഡിനേറ്റ്സ്. ഇംഗ്ലീഷില്, മലയാളത്തിൽ സൂചക സംഖ്യകൾ, ഇംഗ്ലീഷിൽ കോർഡിനേറ്റ്സ്. കഴിഞ്ഞിട്ടൊക്കെ പറയും. ഇല്ല. ഈ ചെക്കൻ എന്താ കാട്ടുന്നത്? പെട്ടെന്ന് വരച്ചു. ബാക്കിയുള്ളവരൊക്കെ കഴിഞ്ഞാ? ആരും കഴിഞ്ഞില്ല. വരച്ചിട്ട് ഈ 2 പോയിന്റുകൾ എഴുതി വെക്കണേ. 3 പോയിന്റുകൾ. ഒന്ന്, ഒറിജിൻ 00 ആണെന്നുള്ളത്. ഒറിജിൻ അല്ലെങ്കിൽ ആധാര ബിന്ദു എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഇനി പറയണം 00 ആണത്, 00 ആണത്. ഒറിജിൻ അല്ലെങ്കിൽ ആധാര ബിന്ദു എന്ന് പറഞ്ഞാൽ 00 ആണ് എന്ന് പറഞ്ഞിരിക്കണം. അതുപോലെ എക്സ് ആക്സിസിൽ വൈന്റെ വാല്യൂ 0 ആയിരിക്കുമെന്നും വൈ ആക്സിസിൽ എക്സിന്റെ വാല്യൂ 0 ആയിരിക്കുമെന്നും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം. ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയുകയും വേണം. എഴുതി വെക്കും വേണം, ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയുകയും വേണം.
കഴിഞ്ഞോ? അനന്തു കഴിഞ്ഞടാ? ഇല്ല. ഇവൻ എന്താ കാട്ടു വരച്ചു പെട്ടെന്ന്? സാർ ഇതില് വേറെ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടില്ലേ? അത് മാർക്ക് ചെയ്യണം. ഈ വേറെ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? കേട്ടില്ലല്ലോ, കട്ടായി പോയി. ഏതൊക്കെയാണ്? 4,3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിന്റ്സ്. നിർബന്ധമായിട്ടും ഈ ഫിഗറിൽ കാണുന്ന എല്ലാ പോയിന്റുകളും അടയാളപ്പെടുത്തിയിരിക്കണം. ഫിഗറിൽ കാണുന്ന എല്ലാ പോയിന്റുകളും അടയാളപ്പെടുത്തണം, എല്ലാ പോയിന്റുകളും. കഴിഞ്ഞു എന്നുള്ള മെസ്സേജ് ചെയ്തിട്ട് അങ്ങനെ ഇപ്പൊ അറിയുള്ളൂ. കഴിഞ്ഞു. ഫിദ കഴിഞ്ഞിട്ടില്ല? ഫിദ ഓക്കെ. ആരെങ്കിലും കഴിയാത്തതുണ്ടെങ്കിൽ ഇതിലുള്ള ആരെങ്കിലും കഴിയാത്തവരുണ്ടാ? കഴിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആന്നോ ഊന്നോ എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കിയാൽ മനസ്സിലാക്കാം. ഏകപ്പ് ഇത് വായിക്കും. ഓക്കെ. ആ പോയിന്റ് എഴുതിച്ചില്ലേ? എക്സ് ആക്സിസിൽ y = 0, y അക്ഷത്തിൽ x = 0 പോയിന്റ് എഴുതിച്ചില്ലേ? ഓക്കെ. ഒറിജിൻ, ആധാരബിന്ദു ഒറിജിൻ എന്താണ് എഴുതിച്ചില്ലേ? ഓക്കെ. ചോദ്യം താഴെ തന്നിരിക്കുന്ന മലയാളം മീഡിയം എഴുതിക്കും ആദ്യം. താഴെ തന്നിരിക്കുന്ന ബിന്ദുക്കളെ എക്സ് വൈ അക്ഷത്തിൽ അടയാളപ്പെടുത്തുക. താഴെ തന്നിരിക്കുന്ന ബിന്ദുക്കളെ എക്സ് വൈ അക്ഷത്തിൽ അടയാളപ്പെടുത്തുക. ഇംഗ്ലീഷ് മീഡിയം എഴുതിക്കോ. Draw the points on xy axis. Draw the following points on xy axis. Draw the points on xy axis. Draw the points on xy axis. Draw the points on xy axis. എന്നിട്ട് ആദ്യത്തെ പോയിന്റ് 0, -3, 0, -3, 0, -3, 0, -3.
0,-3 0,-3. രണ്ടാമത്തെ പോയിന്റ് 4,-1 4,-1 4,-1 4,-1 4,-1 4,-1. മൂന്നാമത്തത് -2, -3 -2, -3 -2, -3. അടുത്തത് 6,0 6,0 6,0. പിന്നീട് 0,-5 and -3,0. Then കേൾക്കുന്നില്ല. കേൾക്കണ്ട, കാണുന്നില്ലേ? സാർ ലാസ്റ്റ് എത്രയാ? എങ്ങനെ? ലാസ്റ്റ് പേജിനാ മേലെ -1,0 -1,0. 8 പോയിന്റ് ഉണ്ടാവും ടോട്ടല്. 8 പോയിന്റ്. ഒന്ന് നമ്മൾ വായിച്ചാൽ 8 പോയിന്റുകൾ. ഒന്ന് 0,-3 0,-3 4,-1 4,-1 then -2, -3 -2, -3 then 6,0 6,0 then -1, -1,0 then 0,-5 0,-5 then -3,0 -3,0 and last one 3,2 3,2. അത്രയും പോയിന്റുകളാണ് ഉണ്ടാവുക. 3,2. ഓക്കെ, എഴുതിയെടുത്തില്ല. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് ഇന്ന് തന്നെ അയച്ചാൽ മതി. ഇപ്പൊ ചെയ്യണ്ട. ഹോംവർക്ക് ആയി ചെയ്യുന്നു, ഇപ്പൊ ഇന്ന് തന്നെ അയക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇത് എഴുതിയെടുത്ത് കഴിഞ്ഞില്ലേ? ഓക്കെ കഴിഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നിങ്ങൾ പറഞ്ഞു തരേണ്ട സംഗതിയാണ്, നോക്കിക്കോ. ഇതൊരു ലൈൻ. ലൈനിന്റെ പേരുണ്ടാ എ ബി. ഈ ലൈനിന്റെ ഈ പോയിന്റ് 7 എഴുതിക്കോ, ഈ പോയിന്റ് 10 കരുതിക്കോ. ഒരു സ്കെയിലാണെന്ന് കരുതിയാൽ മതി. ഒരു സ്കെയിലാണ്. ആ സ്കെയിലില് 7 എന്ന് പറയുന്ന പോയിന്റിന് നമ്മൾ എ ആയിട്ടും 10 എന്ന് പറയുന്ന പോയിന്റിന് നമ്മൾ ബി ആയിട്ടും എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ എ ബി എന്ന് പറയുന്ന ദൂരം, എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, എ ബി എന്ന് പറയുന്ന ലെങ്ത്, അതിന്റെ നീളം എത്രയായിരിക്കും പറഞ്ഞേ? 3 സെന്റിമീറ്റർ. യെസ്, 3 സെന്റിമീറ്റർ ആയിരിക്കും. ഈ 3 സെന്റിമീറ്റർ എന്ന് പറയാൻ കാരണം സ്കെയിൽ ആയതുകൊണ്ട് പറഞ്ഞതായിരിക്കാം. അല്ലെങ്കിൽ സെന്റിമീറ്റർ എന്നൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ 3 യൂണിറ്റ് ആണെന്നാണ് പറയുന്നത്. 3 യൂണിറ്റ് ആണ്. ഇപ്പൊ തൽക്കാലം സ്കെയിൽ ആയതുകൊണ്ട് 3 സെന്റിമീറ്റർ ആണെന്ന് പറയാം, തെറ്റൊന്നുമില്ല. അതെങ്ങനെയാ മോളെ 3 ആണെന്ന് കിട്ടിയത്? എങ്ങനെയാ കിട്ടിയത് പറഞ്ഞേ? 10ന്ന് 7 കുറച്ചാൽ യെസ്, 10ൽ നിന്നും 7നെ നമ്മൾ കുറച്ചു. അപ്പൊ നമുക്ക് 3 എന്ന് കിട്ടി. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ 2 പോയിന്റുകൾ തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കാണാം. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ ഇതുവരെ നമ്മൾ എല്ലാ പോയിന്റുകളും എഴുതിയപ്പോഴും അവിടെയൊക്കെ അതിന് എക്സ് ആക്സിസിന് ഒരു വാല്യൂ ഉണ്ടായിരുന്നു, അതേപോലെ വൈ ആക്സിസിന് ഒരു വാല്യൂ ഉണ്ടായിരുന്നു. ഇതേപോലെ ഒരു നമ്പർ വെച്ചിട്ടല്ല നമ്മൾ ഒരു പോയിന്റിനെയും റെപ്രസെന്റ് ചെയ്തത്. 2 നമ്പറുകൾ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഓരോ പോയിന്റിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്ക് പഠിക്കാനുള്ളതും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ 7,11 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, 10,11 എന്ന് പറയുന്ന വേറൊരു പോയിന്റും ഉണ്ട്. ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. അതെങ്ങനെ കാണും എന്ന് നോക്കാം.
അത് നോക്കാൻ വേണ്ടിയിട്ട് ഈ 2 പോയിന്റിലും എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് ആ പ്രത്യേകത? പ്രത്യേകത പറഞ്ഞേ. കോമൺ ആയിട്ടുള്ളത് വൈന്റെ വാല്യൂ എന്താ പ്രത്യേകത? 11 വാല്യൂ എന്തിന്റെ വാല്യൂ? 11 വൈ യെസ് 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 യെസ്. ഈ 2 പോയിന്റിന്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 2 പോയിന്റിലും y ആക്സിസിന്റെ വാല്യൂ തുല്യമാണ്. y ആക്സിസിന്റെ വാല്യൂ തുല്യമാണ്. y ആക്സിസിന്റെ വാല്യൂ തുല്യമാണ്. ഇപ്പോ നമ്മൾ ഈ ഒരു പോയിന്റ് ഇങ്ങനെ ഒന്ന് വരയ്ക്കാൻ പോകും. ഇങ്ങനെ വരയ്ക്കുമ്പോ ഇത് 7 എഴുതിക്കോ, ഇവിടെ 10 എഴുതിക്കോ, ഇത് 11 എഴുതിക്കോ. അങ്ങനെയാണെങ്കിൽ 7,11 എന്ന് ഇവിടെ വരും, 10,11 ഇവിടെ വരും. ഇത് എയും ഇത് ബിയും. ഈ പോയിന്റിനെ അല്ലെങ്കിൽ ഈ ലൈനിനെ എ ബി എന്ന് പറയുന്ന ലൈനിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് ആ പ്രത്യേകത അറിയോ? ആ ലൈൻ ഇങ്ങനെ ഉള്ളത്, സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്, അല്ല ഇങ്ങനെ വളഞ്ഞിട്ടൊന്നല്ല ഉള്ളത്, ഇങ്ങനെ ചെരിഞ്ഞിട്ടോ വളഞ്ഞിട്ടോ അല്ല ഉള്ളത്, ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ സ്ട്രെയിറ്റ് ആവാൻ കാരണം എന്താ? ഇവിടെ ഉള്ള വൈയുടെ വാല്യൂകൾ തുല്യമായതുകൊണ്ട്. അപ്പൊ മക്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2 പോയിന്റുകളിൽ വൈയുടെ വാല്യൂ തുല്യമാണെങ്കിൽ, 2 പോയിന്റുകളിൽ വൈയുടെ വാല്യൂ തുല്യമാണെങ്കിൽ ആ 2 പോയിന്റുകൾ തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ പോയിന്റിലെ എക്സിന്റെ വാല്യൂവിൽ നിന്നും ഈ പോയിന്റിലെ എക്സിന്റെ വാല്യൂവിനെ മൈനസ് ചെയ്താൽ മതി. യെസ്. അപ്പോ നമ്മളെ പോയിന്റ് ഇതാണ്. 2 ബിന്ദുക്കളുടെ അല്ലെങ്കിൽ 2 പോയിന്റുകളുടെ വൈയുടെ വാല്യൂ തുല്യമാണെങ്കിൽ ആ 2 ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണാൻ, ഇതിലെ എക്സിന്റെ വാല്യൂവിൽ നിന്നും ഇതിൽ എക്സിന്റെ വാല്യൂ മൈനസ് ചെയ്താൽ മതി. അതായത് ഇത് രണ്ടാമത്തെ പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് അതിനെ വിളിക്കാം, ഇത് ആദ്യത്തെ പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് അതിനെ x1 എന്ന് വിളിക്കാം. സോ x2 മൈനസ് x1 ചെയ്താൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. x2 മൈനസ് x1. ഇവിടുത്തെ x2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റ് ആയതുകൊണ്ടാണ് x2 എന്ന് എഴുതിയത്. സോ 10, x1 എന്ന് പറഞ്ഞാൽ 7, 10 7 കുറച്ചാൽ 3. അപ്പോ ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 3 ആയിരിക്കും. കേട്ടോ? അപ്പൊ എന്താടാ നമ്മൾ പോയിന്റ് എന്താ പറഞ്ഞേ? എന്താ ഒരു സെന്റൻസ് എന്താ പറഞ്ഞത്? രണ്ടിന്റെയും വൈന്റെ വാല്യൂകൾ തുല്യമായ x2 മൈനസ് x1. രണ്ടിന്റെയും വൈയുടെ വാല്യൂകൾ തുല്യമാണെങ്കിൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ x2 മൈനസ് x1. അങ്ങനെയാണെങ്കിൽ പറഞ്ഞതായോ, എയുടെ വാല്യൂ 10,15, ബിന്റെ വാല്യൂ പോയിട്ടും വന്നിട്ടും 20,15. എന്തായിരിക്കും എ ബിന്റെ ഡിസ്റ്റൻസ് പറഞ്ഞേ? 20 മൈനസ് 10. 20 മൈനസ് 10. എന്താ 20 മൈനസ് 10ന്റെ വാല്യൂ? 10. യെസ്, 10. അപ്പോ എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 10 യൂണിറ്റ് ആയിരിക്കും. 10 യൂണിറ്റ്. യൂണിറ്റ് എഴുതാൻ കാരണം ഇവിടെ സെന്റിമീറ്ററിനോ മീറ്ററിനോ ഒന്നും തന്നിട്ടില്ല. സോ 10 യൂണിറ്റ് എന്ന് എഴുതാം. സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ, മീറ്റർ ആണെങ്കിൽ മീറ്റർ, മില്ലിമീറ്റർ ആണെങ്കിൽ മില്ലിമീറ്റർ, എന്തായാലും പറ്റും യൂണിറ്റ് എന്ന് എഴുതുമ്പോൾ. അപ്പൊ അങ്ങനെ വേണം എഴുതാൻ. 10 യൂണിറ്റ്സ്. ഇനി വേറെ ക്വസ്റ്റ്യൻ. സി എന്ന് പറയുന്ന ഒരു പോയിന്റ്, അത് 5,8. ഡി എന്ന് പറയുന്ന ഒരു പോയിന്റ്, അത് 7,8. അങ്ങനെയാണെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും അകലം എന്തായിരിക്കും? 7 മൈനസ് കേട്ടില്ല? 2 യൂണിറ്റ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. 2 യൂണിറ്റ്. 7 മൈനസ് 5 ചെയ്യും. സോ ഇറ്റ് ഈസ് 2 യൂണിറ്റ്.
2 യൂണിറ്റ്. ഇനി വേറൊരു ചോദ്യം. ഇപ്പോ എ എന്ന് പറഞ്ഞത് 3,10 എത്തിക്കോ, ബി എന്ന് പറയുന്നത് 1,10 എത്തിക്കോ. ഇപ്പൊ എന്തായിരിക്കും വ്യത്യാസം പറഞ്ഞേ? പറയേ. 2 യൂണിറ്റ് എങ്ങനെ 2 കിട്ടിയത്? -2 -2 2 ആണോ -2 ആണോ? -2 ആ, അവിടെ ഒരു ചെറിയ പ്രശ്നം എന്താ? അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. ഒരിക്കലും 2 പോയിന്റുകൾ തമ്മിലുള്ള അകലം ഇപ്പൊ തിരങ്ങാടിയും ചെമ്മാടും തമ്മില് ഒരു 2 കിലോമീറ്റർ ദൂരം ഉണ്ട് എന്ന് കരുതിക്കോ. തിരൂരങ്ങാടിയും ചെമ്മാടും തമ്മില് 2 കിലോമീറ്റർ ദൂരം ഉണ്ട് എന്ന് കരുതിക്കോ. ഇപ്പൊ നമ്മള് ഇങ്ങനെ പറഞ്ഞു, തിരൂരങ്ങാടിയും ചെമ്മാടും തമ്മിൽ 2 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മൾ തിരിച്ചു പറയാണ്, ചെമ്മാടും തിരൂരങ്ങാടിയും തമ്മിൽ -2 കിലോമീറ്റർ ദൂരം ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 2 കിലോമീറ്റർ എന്ന് തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു കാരണവശാലും 2 പോയിന്റുകൾ തമ്മിലുള്ള അകലം നെഗറ്റീവ് ആവില്ല. ഒരു കാരണവശാലും 2 പോയിന്റുകൾ തമ്മിലുള്ള അകലം ഡിസ്റ്റൻസ് എന്താവൂല? നെഗറ്റീവ് ആവൂല. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷനിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ നമുക്ക് വരുത്തണം. ഇങ്ങനെ ഒരു സാധനം കൂടി ഇക്വേഷനിൽ ഇടണം. ഇതിനെ നമ്മൾ മോഡുലസ് എന്നാണ് വിളിക്കുക. മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഒക്കെ അങ്ങനെ തന്നെ വിളിക്കുക. മോഡുലസ് x2 - x1. ഈ മോഡുലസിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്പൊ മോഡുലസ് 3 - 4 ഇട്ടുന്നുണ്ടെങ്കിൽ ആൻസർ 1 ആയിരിക്കും. സാധാരണഗതിയിൽ 3 - 4ന്റെ വാല്യൂ എത്ര വരിക പറഞ്ഞേ? 3 - 4 എത്ര വരിക? എത്ര വരിക? -1 -1 വരിക. പക്ഷേ ആ 3 - 4 നമ്മൾ ഒരു മോഡുലസിന്റെ ഉള്ളിലാണ് ഇടുന്നതെങ്കിൽ അത് 1 ആയിരിക്കും. അപ്പൊ ഈ മോഡുലസ് എന്ന് പറഞ്ഞ മഹാന്റെ പരിപാടി എന്താണെന്ന് അറിയോ? നെഗറ്റീവ് ഉള്ള സാധനങ്ങളെ പോസിറ്റീവ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഈ മോഡുലസിന്റെ പ്രത്യേകത. ഇപ്പൊ മോഡുലസ് ഓഫ് -5 ആണ് വാല്യൂ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ വാല്യൂ 5 ആയിട്ടുണ്ടാവും. മോഡുലസ് ഓഫ് -5 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 5-ന് ഈക്വൽ ആണ്. അപ്പൊ ഈ മോഡുലസിന്റെ പരിപാടി എന്താണെന്ന് അറിയോ? അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും നെഗറ്റീവ് വാല്യൂകൾ വന്നിട്ടുണ്ടെങ്കിൽ അവനെ പോസിറ്റീവ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ പണി. അപ്പോ ഈ ഒരു പോയിന്റുകൾ എടുക്കുന്ന സമയത്ത് x2 - x1 വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? മോഡുലസ് ഓഫ് 1 - 3 എന്നാണ് എഴുതുക. ശരിയാണോ അല്ലേ? ശരി. അല്ലെ? രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് ആദ്യത്തെ പോയിന്റ് അല്ലേ കുറയ്ക്കേണ്ടത്? മോഡുലസ് ഓഫ് 1 - 3 എന്നല്ലേ എഴുതേണ്ടത്? അപ്പോ നമുക്കറിയാം 1 - 3 എന്ന് പറഞ്ഞാൽ -2 ആണ്. അപ്പൊ മോഡുലസ് ഓഫ് -2 എന്ന് എഴുതും. മോഡുലസ് ഓഫ് -2 എന്ന് എഴുതും. എന്താ മോഡുലസ് ഓഫ് -2? 2. യെസ്, വെരി ഗുഡ്. മോഡുലസ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ മനസ്സിലാക്കേണ്ടത്, മോഡുലസ് എന്ന് പറയുന്ന പരിപാടി എന്താ? മൈനസ് ഉള്ള ആളുകളെ പ്ലസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് അവന്റെ പരിപാടി. സോ ഇക്വേഷൻ മോഡുലസ് ഓഫ് x2 സാർ കേൾക്കണില്ല. അതെന്തോ ഓട്ടോമാറ്റിക്കലി അതെന്തായി പോയി? മ്യൂട്ടായി പോയി. ക്ഷമിക്കൂ. അപ്പോ ഒരു കാരണവശാലും എന്ത് സംഭവിക്കരുത്? അകലം നെഗറ്റീവ് ആവാൻ പാടില്ല. സോ മോഡുലസ് ഓഫ് x2 - x1 എന്ന് വേണം എഴുതാൻ. എപ്പോഴാണ് ആ ഇക്വേഷൻ ഉപയോഗിക്കുക? ചെയ്താനെ അതാണ് അത്രയും നേരം പറഞ്ഞത്. ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ x2 - x1 എന്ന ഇക്വേഷൻ ഉപയോഗിക്കല്? 2 പോയിന്റിലെയും Yes.
രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലം നമുക്ക് കാണണം. അപ്പോ അകലം കാണുന്ന രണ്ട് പോയിന്റിന്റെയും വൈയുടെ വാല്യൂ തുല്യമാണെങ്കിലാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. ഏത് ഇക്വേഷൻ? മോഡുലസ് ഓഫ് x2 മൈനസ് x1 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുക. അപ്പൊ മക്കൾ ഒരു കാര്യം ചെയ്യും, ഒരു മലയാളം മീഡിയങ്ങളുടെ ഒരു പോയിന്റ് എഴുതി വെച്ചോ. ആദ്യം രണ്ട് ബിന്ദുക്കളുടെ y അക്ഷങ്ങൾ തുല്യമായാൽ രണ്ട് ബിന്ദുക്കളുടെ y അക്ഷങ്ങൾ തുല്യമായാൽ അവ തമ്മിലുള്ള അകലം ഈക്വൽ ടു x2 മൈനസ് x1. മോഡുലസ് ഇടുന്നേ മോഡുലസ് ഓഫ് x2 മൈനസ് x1. മോഡുലസ് ഓഫ് x2 മൈനസ് x1. മോഡുലസ് ഓഫ് x2 മൈനസ് x1. സാറോ എന്തേ ക്വസ്റ്റ്യന് ക്വസ്റ്റ്യനാ അല്ല, ഇത് രണ്ട് ബിന്ദുക്കളുടെ പറഞ്ഞത്. y അക്ഷങ്ങൾ തുല്യമായ രണ്ട് ബിന്ദുക്കളുടെ അകലം. y അക്ഷങ്ങൾ തുല്യമായ രണ്ട് ബിന്ദുക്കളുടെ അകലം. y അക്ഷങ്ങൾ തുല്യമായ രണ്ട് ബിന്ദുക്കളുടെ അകലം ഈക്വൽ ടു മോഡുലസ് ഓഫ് x2 മൈനസ് x1. അതിനൊരു ബോക്സിലാക്കി വെക്ക്. അതിനൊരു ബോക്സിലാക്കി വെക്കൂ. ഇനി ഇംഗ്ലീഷ് മീഡിയംകാർ എഴുതിക്കോ. If the value of y-axis is same, then the distance between the points equal to, if the value of y-axis is same, then the distance between the points, then the distance between the points is equal to modulus of x2 minus x1. 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 ഇനി നമുക്കൊന്ന് മാത്തമാറ്റിക്കലി എഴുതണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതാ ഇത് എ, ഇത് ബി. അത് എ, ഇത് ബി. എ എന്ന് പറഞ്ഞ പോയിന്റ് ആദ്യത്തെ പോയിന്റ് ആയതുകൊണ്ട് അതിന്റെ എക്സ് ആക്സിസിന് നമുക്ക് x1 ഉം y ആക്സിസിന് നമുക്ക് y1 ഉം വിളിക്കാം. അതേപോലെ ബി എന്ന് പറയുന്ന പോയിന്റ് x2 എന്നും y സെയിം ആവണ്ടേ. സോ ഇറ്റ് ഈസ് y1. ഇത് y1 നടക്കുന്ന കാരണം എന്താ പറയും? വൈന്റെ വാല്യൂ വൈന്റെ വാല്യൂ തുല്യമാണെങ്കിൽ എന്നല്ലേ നമ്മൾ എഴുതിയിട്ടുള്ളത്. തുല്യമായാൽ അതുകൊണ്ടാണ് y1 എഴുതാൻ കാരണം കേട്ടാ. ഇത് തെറ്റിപ്പോയതൊന്നും വിചാരിക്കേണ്ട, തെറ്റിയതൊന്നുമല്ല. സോ ഈ പോയിന്റ് x1 y1, ഈ പോയിന്റ് x2 y1, ഈ രണ്ട് പോയിന്റുകളിൽ മറ്റേ ഒരു പ്രത്യേകത എന്താ? രണ്ട് പോയിന്റിലും വൈന്റെ വാല്യൂകൾ എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ മോഡുലസ് ഓഫ് x2 മൈനസ് x1. ഇത് ഇത്രയും വരച്ച് ഇതിനൊരു ബോക്സിലാക്കി ഇങ്ങനെ വെച്ചോ. ഇത്രയും വരച്ച് ഈ ഡിസ്റ്റൻസ് ദ മോഡുലസ് ഓഫ് x2 മൈനസ് x1 എന്ന് എഴുതി അതിനൊരു ബോക്സിലാക്കി വെക്ക്. ആ ചിത്രം വരയ്ക്കുക, ഈ പോയിന്റുകൾ അടയാളപ്പെടുത്തുക, എന്നിട്ട് ഡിസ്റ്റൻസ് എഴുതുക. മോഡുലസ് ഓഫ് x2 മൈനസ് x1.
മോഡുലസ് ഓഫ് x2 മൈനസ് x1. മോഡുലസ് ഓഫ് x2 മൈനസ് x1. അത് എഴുതി കഴിഞ്ഞോ? ആ അത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതിക്കോ. എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതിക്കോ. Find the distance between the points. Find the distance between the points. Find the distance between the points. മലയാളം മീഡിയത്തിൽ എഴുതുക. ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണുക. ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണുക. Find the distance between the points. ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണുക. ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണുക. ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണുക. ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണുക അല്ലെങ്കിൽ find the distance between the points. എന്നിട്ട് ആദ്യത്തത് ഒന്നാമത്തത് ഇതാണ്. ഒന്നാമത്താണിത്. ഇത് രണ്ടാമത്തെ. മൂന്നാമത്തത്. ആദ്യത്തെ ആൻസർ ഒന്ന് പറഞ്ഞിട്ടാ. ആദ്യത്തെ ആൻസർ എന്താ വരിക? പറയും. 3. യെസ്, 3. ആ ഇക്വേഷൻ വെച്ചിട്ടൊന്ന് പറയും. ഇക്വേഷൻ വെച്ചിട്ടൊന്ന് പറയും. 6 മൈനസ് 3 ഈസ് ഈക്വൽ ടു 3. എന്താ മോഡുലസ് പറയാത്തത്? മോഡുലസ് equal to 6 minus 3. മോഡുലസ് 6 മൈനസ് 3 ഈക്വൽ ടു 3. ശരിയല്ലേ? ആ ആ ഇനി രണ്ടാമത് പറഞ്ഞ രണ്ടാമത്തത് മോഡുലസ് 13 മൈനസ് 10 ഈസ് ഈക്വൽ ടു 3. ഓക്കെ, വെരി ഗുഡ്. ലാസ്റ്റത്തെ പറഞ്ഞോണ്ടാ. മോഡുലസ് 2 മൈനസ് 5 ഈസ് ഈക്വൽ ടു 3. അത് വേണമെങ്കിൽ മോഡുലസ് ഒരു -3 കൂടി ഇട്ട് വന്നിട്ട് 3 എഴുതിക്കോ. ഈ മൈനസ് മോഡുലസ് ആണ് പ്ലസ് ആവണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്റ്റെപ്പും കൂടി കിട്ടാം. മോഡുലസ് ഓഫ് 2 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് -3 ഈക്വൽ ടു 3. അങ്ങനെ ആയിക്കോട്ടെ. സാറേ വീഡിയോ ഗ്രൂപ്പ് കിട്ടണം കേട്ടോ സാറേ. എന്താടാ? ഗ്രൂപ്പിക്ക് വീഡിയോ ഇടണം എന്ന്. ഇടാം. കുറച്ച് താമസം എടുക്കും. ആ റെക്കോർഡ് ആയതൊന്ന് കിട്ടണം. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഇടാം. അപ്പൊ കിട്ടിയാൽ മതി. അറ്റൻഡൻസ് ഇതിൽ എഴുതണ്ട. അറ്റൻഡൻസ് ഗ്രൂപ്പ് പോയിട്ടാ മതി. അതിൽ പേര് എഴുതിയിട്ടാ മതി. 11, 12, 13, 14, 15, 16, 17, 18 ആളൊക്കെയാണ് ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. അതിലിട്ടാ മതി. കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞോളൂ. നമ്പർ ഉണ്ടോ നിങ്ങൾക്ക്? പേരല്ല, നമ്പർ ഉണ്ടോ? ഇല്ല. നമ്പർ ഉണ്ടായെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പരിപാടി തീർക്കുകയായിരുന്നു. ഓക്കെ, യെസ്. ഇത്രയും ക്വസ്റ്റ്യനുകൾ എഴുതി കഴിഞ്ഞാൽ എല്ലാം എഴുതി കഴിഞ്ഞാ? ഓക്കെ 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 ഓക്കെ. നമ്മളൊരു കുറച്ച് ക്വസ്റ്റ്യനും കൂടി തരാം. ഇത് 3 ക്വസ്റ്റ്യൻ. അതിന്റെ ബാക്കിയായിട്ട് ഉള്ളത് ഹോംവർക്ക് ആയിട്ട് എഴുതിയിട്ട് തന്നെ വെക്കുക കേട്ടോ. നമ്മളിവിടെ പോയിന്റ് എഴുതില്ല. ആ പോയിന്റുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പോയിന്റുകൾ എഴുതിയതിനു ശേഷം പോവുക. എന്നിട്ട് രാത്രിക്കുള്ളിൽ
ആൻസർ എഴുതി തന്നാൽ മതി. 5 6 -2 കൂട്ടുമ്പോൾ കുറക്കുമ്പോൾ ശ്രദ്ധിക്കണേ. പണ്ട് നമ്മൾ മൈനസ് പ്ലസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ ഓർമ്മ വേണം, അല്ലെങ്കിൽ എല്ലാം കുളമാവും കുളമാവും കുളമാവും. -3 yes. ഇത് മതി 3 ക്വസ്റ്റ്യൻ. ഓക്കെ, എഴുതി കഴിഞ്ഞവർ മെല്ലെ മെല്ലെ പൊക്കോ.